നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തൻകുളം. ഞങ്ങളുടെ ചാത്തൻകുളം ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കിംഗ് മോഡലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് CDPPMC മോഡൽ എന്ന് പറയുന്ന ചാത്തൻകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന മോഡൽ. ഈ മോഡൽ സർവീസ് ഞങ്ങൾ കൊടുക്കുന്നത് CT ബിൽഡേഴ്സ് എന്ന ബ്രാൻഡിലൂടെയാണ്. അതുവഴി വീടുകൾ ഉണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽസ് താഴെ പറയാം. വീടുകൾ ഉണ്ടാക്കുന്ന ആ വീടുകൾക്ക് CT ഹോംസ് എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്നു. അത് പബ്ലിക് അറ്റ് ലാർജിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിക്കോസ് എവറിബഡി ഈസ് യൂസിങ് നൗ ആൻഡ്രോയിഡ് ഫോൺസിൽ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് CT ബിൽഡേഴ്സ് ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷനിൽ കൂടെയാണ് നമ്മൾ ആ ഗേറ്റ് വേ വെച്ചിട്ടുള്ളത്. ഈ ടെക്നോളജിയിൽ ഈ CDPPMC മോഡൽ എന്ന് പറയുന്ന ഈ ടെക്നോളജി ലിവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി കസ്റ്റമേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇൻ ദെയർ ലൗഡ് ലൊക്കേഷൻസ് ഓർ നമ്മുടെ കമ്പനി പ്രിഫർ ചെയ്യുന്ന ലൊക്കേഷൻസിൽ അവർക്ക് താല്പര്യമാണെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസിൽ, അതായത് ഫ്ലോർ പ്ലാനിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന എലിവേഷനിൽ, ഇൻ ബെസ്റ്റ് ക്വാളിറ്റിയിൽ, ഇൻ ബെസ്റ്റ് ലോവസ്റ്റ് കോസ്റ്റിൽ, ഇൻ എ വെരി ട്രാൻസ്പെറൻറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ വേ, ബൈ ലിവറേജിങ് ദ ഡിജിറ്റൽ ടെക്നോളജി അവർക്ക് അവരുടെ സ്വപ്ന വീടുകൾ നിർമ്മിച്ചെടുക്കാം. ഇതാണ് ഈ പ്രോഡക്റ്റ്. ഇതിൻ്റെ വർക്കിംഗ് മോഡൽ പറഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാ വെൻഡേഴ്സും ലേബർ കോൺട്രാക്ടേഴ്സും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ക്വാളിറ്റി ഉള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് പൂൾ ചെയ്തിട്ടുണ്ടാവാം. ബിക്കോസ് ഇറ്റ് വിൽ ബി കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം റേറ്റ് ചെയ്യുന്നത് പബ്ലിക് കസ്റ്റമേഴ്സ് തന്നെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി അതിൻ്റെ അകത്ത് ഡെലിവറബിൾസിൽ വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്, ക്വാളിറ്റിയുള്ള ലേബേഴ്സ്, എല്ലാം ലേബർ കോൺട്രാക്ടേഴ്സ്, അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻക്ലൂഡിങ് കൺസൾട്ടൻസ്, ഡിസൈൻ വരയ്ക്കുന്നത്, മറ്റേ ആർക്കിടെക്ട്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ പൂൾ ചെയ്ത് ഇതിൻ്റെ അകത്ത് എൻട്രോൾ ചെയ്യും. ആ എൻട്രോൾ ചെയ്ത ആളുകളുടെ അടുത്ത് സ്വാഭാവികമായിട്ട് അവർക്കും ഇതിൻ്റെ അകത്ത് വലിയ വോള്യൂം ബിസിനസ് കിട്ടുന്നതുകൊണ്ട്, ഇതിൽ കൂടെ ത്രൂ ചെയ്യുമ്പോൾ വലിയ വോള്യൂം ബിസിനസ് കിട്ടുന്നതുകൊണ്ട് അവർക്കും സ്വാഭാവികമായിട്ട് 0 മുതൽ 10-50% വരെ ഡിസ്കൗണ്ട് തരുന്ന ഓരോ കമ്പനിയും ഓരോ പ്രോഡക്ട്സും ചിലപ്പോൾ ഉണ്ടാവാം, സർവീസസ് ഉണ്ടാവാം, ലേബേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ദാറ്റ് മീൻസ് ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ അടുത്ത് വരുന്ന നമ്മുടെ സ്റ്റേക്ക് ഹോൾഡർ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള കസ്റ്റമർക്ക് ഒരു 5 മുതൽ 10% വരെ അവർ എവിടെയെങ്കിലും ലോക്കൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ വാങ്ങി, അല്ലെങ്കിൽ ലോക്കൽ ലേബേഴ്സിനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു വീട് കെട്ടുമ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാളും കോസ്റ്റ് കുറയാനും, ഒപ്പം ഇതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ആളുകളിനെ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ദേ ഹാവ് ടു സെലക്ട് ചെയ്ത് വരുമ്പോൾ അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള വീട് നിർമ്മിച്ചെടുക്കാനുള്ള സാധ്യതയും കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നെറ്റ് ചെയ്യാണ്. കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് നെറ്റ് ടോട്ടൽ കോസ്റ്റിൻ്റെ 0 മുതൽ ഒരു 10% വരെ ഡിസ്കൗണ്ട് അവർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കിട്ടാനുള്ള സാധ്യതയും, ഒപ്പം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിനെ അവർക്ക് ഈ പൂളിൻ്റെ അകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള വീടും ബിൽഡ് ചെയ്തെടുക്കാനുള്ള സാധ്യതയാണ്. ഇതിൻ്റെ ആ ചലഞ്ചിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നാട്ടിലുള്ളൊരു ചലഞ്ചിനെ നമ്മൾ ബ്രേക്ക് ചെയ്തൊരു സൊല്യൂഷനാണ് പബ്ലിക്കിന് കൊടുക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്ത് ഇതുവഴി സൂപ്പർവൈസറി മോഡൽ, കുറച്ച് സൂപ്പർവൈഷനൊക്കെ അതിൻ്റെ ടെക്നോളജി ആ മോഡലും കൂടി കൊടുക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോം മോഡലും കൂടി ആളുകൾ ആകെ പബ്ലിക്സിന് വരുന്ന കോസ്റ്റ്, നേരത്തെ പറഞ്ഞ ഒരു 10%ഓളം കുറവ് കോസ്റ്റ് വരുമ്പോൾ, നല്ല ക്വാളിറ്റിയും വരുമ്പോൾ, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് വെറും ഒരു 10 മുതൽ 15% വരെ, ഡിപ്പെൻഡിങ് അപ്പോൾ സമയത്തിനനുസരിച്ചുകൊണ്ടുള്ള നമ്മുടെ ഓഫറും ഒക്കെ ഇട്ടുകൊണ്ട് 10 മുതൽ 15% വരെ വെറും CDPPMC ചാർജസ് മാത്രമേ ഈ ഇത്രയും വലിയ സർവീസിന് ക്ലയൻറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സിന് കോസ്റ്റ് അത്രേ വരുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ ദാറ്റ് മീൻസ് ഇൻ നെറ്റ് എഫക്റ്റ് പറയുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവർ ഡയറക്റ്റ് വീട് കെട്ടുന്നതിൻ്റെ, അവർ ഒപ്പം നിന്ന് ഫുള്ളായിട്ട് പണിയെടുത്ത് സ്ട്രെസ് എടുത്ത് കെട്ടുന്നതിൻ്റെ അതേ കോസ്റ്റും കൂടി വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ അല്പം കുറച്ച് കൂടി വരാം, അത്ര. അപ്പോൾ ദാറ്റ് മീൻസ് ഈ വലിയൊരു സർവീസിന് ഫ്രീ ആയിട്ട് വരാൻ പോലും സാധ്യതയുണ്ട് എന്നർത്ഥം. ബിക്കോസ് ഈ മറ്റേ ഡിസ്കൗണ്ടും ഇതിൽ ചെറിയ പേയ്മെൻറ്റും കൂടി രണ്ടും കൂടി ലിങ്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു.
ഇതാണ് ഇതിലെ കസ്റ്റമർ എന്ന് പറയുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡറിന് കിട്ടുന്ന ബെനിഫിറ്റ്. സർവീസും അതിൻ്റെ കോസ്റ്റും ബെനിഫിറ്റും എല്ലാം. ഇനി അടുത്തത്, ഈ മോഡൽ, ഡിജിറ്റൽ മോഡൽ, ദിസ് വിൽ ബി ഇമ്പാക്റ്റിംഗ് ഇൻ എ ലാർജർ വേ ടു ദ പബ്ലിക്. അതും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എവിടെയാണെങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളിലും അഗ്രികൾച്ചറാണ് അവരുടെ ഏറ്റവും വലിയ GDP. സെക്കൻഡ് GDP ആയിരിക്കും ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഭൂരിഭാഗം എല്ലാ കൺട്രികളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾക്കൊക്കെ അറിയാം പകല് പോലെ അൺഎത്തിക്കൽ പ്രാക്ടീസസ് നിറയുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു വീട് കെട്ടാൻ കോൺട്രാക്റ്റോ അല്ല കൊടുത്തു. ആ കോൺട്രാക്ടർ ചിലപ്പോൾ കോൺട്രാക്ടർ ആയിരിക്കും, ചിലപ്പോൾ സൂപ്പർവൈസിങ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ എന്ത് കൊടുത്താലും അല്ലെങ്കിൽ ലേബറേഴ്സ് ആയിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റും അവർക്കൊന്നും ത്രൂ ബാങ്കിൽ കൂടെ ചിലപ്പോൾ കൂടുതലും അങ്ങനെ ആയിരിക്കില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ, നൗ കണ്ടീഷൻ. അതേപോലെ തന്നെ ഒരു പെയിൻറ്റ് വാങ്ങിക്കാൻ പോയി അല്ലെങ്കിൽ ഒരു കമ്പി വാങ്ങിക്കാൻ പോയി, കമ്പി വാങ്ങിയിട്ട് വരുന്നതിൻ്റെ ഒപ്പം കമ്മീഷൻ വാങ്ങിക്കുക, അങ്ങനത്തെ അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇന്നുണ്ട് എന്നുള്ളത് വാസ്തവം. അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ അതെങ്ങനെ ലാർജർ വേയിൽ ഈ പബ്ലിക്സിനെ അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഈ സെക്കൻഡ് ലാർജസ്റ്റ് GDP വരുന്ന ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ കസ്റ്റമർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കസ്റ്റമർക്കുള്ള ബെനിഫിറ്റുകൾ. ഇനി അടുത്ത സ്റ്റേക്ക് ഹോൾഡർ ആരാണ് ഇൻഡസ്ട്രിയിൽ? ഓൺട്രപ്രണേഴ്സ്. സ്വാഭാവികമായിട്ട് കോൺട്രാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് ലേ ഔട്ട് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് വീടുകൾ കെട്ടിക്കൊടുക്കുന്നവരായിരിക്കാം, അപ്പാർട്ട്മെന്റ്സ് കിട്ടുന്നവരായിരിക്കും. ആരോ ദേ ആർ കോൾഡ് ഓൺട്രപ്രണേഴ്സ്. അടുത്തത് ലേബർ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവാം, ശരിയല്ലേ? ഒപ്പം കൺസൾട്ടൻസ്, ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻമാർ, അതായത് ചെറിയ കോസ്റ്റിന് വരയ്ക്കുന്ന ഡ്രാഫ്റ്റ്സ്മാൻമാർ മുതൽ വലിയ ആർക്കിടെക്ട്സ് വരെ, ദേ ആർ കോൾഡ് കൺസൾട്ടൻസ്. അടുത്തത് വെൻഡേഴ്സ് ഉണ്ടാവാം, അതായത് സാധനം സപ്ലൈ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ സപ്ലൈസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ വെൻഡേഴ്സ്. അടുത്തത് ലേബറേഴ്സ് ഉണ്ടാവാം, നല്ല ക്വാളിറ്റിയുള്ള നന്നായി പണിയെടുക്കാൻ അറിയുന്ന ലേബറേഴ്സ് ഒക്കെ ഉണ്ടാവാം. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഏതൊക്കെ? ഓൺട്രപ്രണേഴ്സ്, കോൺട്രാക്ടേഴ്സ്, കൺസൾട്ടൻസ്, വെൻഡേഴ്സ്, ലേബറേഴ്സ് എന്നുള്ള ഈ ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ പ്ലാറ്റ്ഫോം വഴി, അവരാണല്ലോ ഈ വലിയ സെക്കൻഡ് ലാർജസ്റ്റ് GDP വരുന്ന ഇൻഡസ്ട്രിയുടെ ആ റിസൾട്ട് ഉപയോഗിക്കുന്ന സ്റ്റേക്ക് ഹോൾഡർ കസ്റ്റമറും റിസൾട്ട് ഉണ്ടാക്കുന്നത് ഈ ആളുകളാണല്ലോ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവർക്ക് ഇതുവഴി ചെയ്യുമ്പോൾ ഇന്ന് ഒരുപാട് ലേബറേഴ്സ് പൈസയൊക്കെ കൂലിയൊക്കെ നല്ല കിട്ടുന്നുണ്ട്, കോൺട്രാക്ടേഴ്സിന് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ബട്ട് അവർ പൈസയൊക്കെ വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഡയറക്റ്റ് ചെയ്യുക. അതുകൊണ്ട് അവർക്ക് നാളെ ഒരു പ്രൊഫഷണലി പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ അവർക്ക് നാളെ അവരുടെ പ്രൊഫഷണൽ സിസ്റ്റത്തിൽ കൂടെ അവരുടെ വർക്കിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ, അവർ തലമുറകളായിട്ട് ഒരു വൈറ്റ് കോളർ, ഒരു ഹൈ ഡിഗ്നിറ്റി ഇൻ ദെയർ വർക്ക് കീപ്പ് ചെയ്യാനോ എല്ലാവർക്കും കഴിയുന്നില്ല എന്നുള്ളൊരു വാസ്തവം ഈ ഇൻഡസ്ട്രിൻ്റെ അകത്തുള്ള ഒരു ചെറിയ ചലഞ്ചാണ്. ഇതുവഴി ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ ഓലയും ഊബറൊക്കെ വരുന്നതിന് മുമ്പ് ടാക്സിക്കാരൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാറ്റർ, ടൂറിസം ആളുകൾ, ഓയോം അതുപോലത്തെ പല ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം, അതുപോലെ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമാണ് ഇതും. അപ്പോൾ ഇത് വരുന്ന വഴി ഈ കാണുന്ന ഈ പറയപ്പെടുന്ന ഓൺട്രപ്രണേഴ്സിന്, ഈ പറയപ്പെടുന്ന കോൺട്രാക്ടേഴ്സിന്, ഈ പറയപ്പെടുന്ന ലേബറേഴ്സിന്, ഈ പറയപ്പെടുന്ന വെൻഡേഴ്സിന്, കൺസൾട്ടൻസിനൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സത്യസന്ധതയുടെ പാതയിൽ മാത്രം, കളവ് ഇതിൻ്റെ അത് ചെയ്യാൻ കഴിയില്ല, സത്യസന്ധതയോടുകൂടി സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ട്, ബിക്കോസ് ക്ലയൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മൾ റേറ്റ് ചെയ്യുക. അങ്ങനെ റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ന്യായമായിട്ടുള്ള എല്ലാ പ്രോഫിറ്റും, മിതമായിട്ടുള്ള പ്രോഫിറ്റുകൾ ഈ എല്ലാവർക്കും ഹൈ ഡിഗ്നിറ്റി ഓഫ് വർക്കിലൂടെ, ഓതറൈസ്ഡ് വേയിൽ കൂടെ, ഇൻ എ പ്രൊഫഷണൽ വേയിൽ കൂടെ ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത്, തെറ്റുള്ളത് തെറ്റായിട്ട് കാണുകയും അവർ ഇൻഡസ്ട്രീൻ്റെ തന്നെ പുറത്തു പോവുകയും നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ആളുകളും ആത്മാർത്ഥമായും ഡെഡിക്കേറ്റഡ് ആയിട്ടും സിൻസിയറായിട്ടും സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹോണസ്റ്റായിട്ട് അവരുടെ വർക്ക് ടിൽ സ്കൈ, ഓരോ വലിയ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളായിട്ട് ഓരോ ഓൺട്രപ്രണേഴ്സിനും ആയി വരാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും സർവ്വ സെക്യൂരിറ്റിയും സർവ്വ സിസ്റ്റവും പ്രാക്ടീസസുമാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ദെയർബൈ ഒരു വലിയ ലാർജർ എക്സ്റ്റെൻഡിൽ ഈ ഇൻഡസ്ട്രിൻ്റെ അകത്തുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസസ് മുഴുവൻ ഒഴിവാക്കാനും എത്തിക്കൽ പ്രാക്ടീസിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക്, താല്പര്യമുള്ള ഓൺട്രപ്രണേഴ്സിന്, കോൺട്രാക്ടേഴ്സിന്, കൺസൾട്ടൻസിന്, വെൻഡേഴ്സിന്, ലേബറേഴ്സിനൊക്കെ അവരുടെ ഡിഗ്നിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ് ചെയ്യാനും
അവൻ്റെ ലിവിങ് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാനും ലിവിങ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ദെയർബൈ അവരുടെ ഏണിങ്സും പ്രൊഫഷനെയും എല്ലാം സ്റ്റാൻഡേർഡൈസ് ചെയ്യാനും തലമുറകളായിട്ട് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി കൊണ്ടുപോകാനും കഴിയുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനുള്ള അങ്ങനത്തെ ഒരു ചലഞ്ച് നേരത്തെ ഉണ്ടായിരുന്നതിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം. അതാണ് നമ്മുടെ ഈ ചാത്തൻകുളം ടെക്നോളജീസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ചാത്തൻകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ കസ്റ്റമേഴ്സ് ആയാലും ഹൈ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ഗ്രോ ചെയ്യാൻ താല്പര്യമുള്ള ഓൺട്രപ്രണേഴ്സ് ആയാലും ലേബറേഴ്സ് ആയാലും വെൻഡേഴ്സ് ആയാലും കൺസൾട്ടൻസ് ആയാലും ലേബർ കോൺട്രാക്ടേഴ്സ് ആയാലും ആരായാലും ഞങ്ങളുടെ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആളുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ ട്രാൻസ്പെറൻറ്റ് സത്യസന്ധമായിട്ടുള്ള വേ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് അടുത്ത ജനറേഷൻ കൊണ്ടുനടക്കാൻ പോകുന്ന കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം താല്പര്യമാണെങ്കിൽ മുഴുവൻ അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ബി എ പാർട്ട് ഓഫ് us. We are inviting you to into a great move. Thank you.